കോർപ്പറേഷൻ ബജറ്റ് നഗരവികസനത്തിനായി കോർപ്പറേഷൻ 200 കോടി രൂപ വായ്പയെടുക്കും. തൃശൂർ പൂരത്തിന് 5 ലക്ഷം രൂപ സംഭാവനയായി നൽകും. തൃശൂർ ഷൊർണൂർ പാതയിലെ ഇതര സംസ്ഥാന തൊഴിലാളി വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് ചാലക്കുടിയിൽ നാളെ തുടക്കമാകും. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. നെൽകൃഷിയിൽ പുതിയ താരമായി ലാൽ ഗോട്ര വിത്ത്. വടക്കാഞ്ചേരിയിലെ പരീക്ഷണം വിജയകരം. പുതിയ വിത്തിൽ നെൽകൃഷിയിൽ ഇരട്ടിയിലധികം വിളവെടുക്കും. കൊടുങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. 1 മാസത്തിനിടയിൽ നടന്നത് 5 കവർച്ചകൾ. ഭീതിയോടെ പ്രദേശവാസികൾ. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ നഗര വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്കായി കോർപ്പറേഷൻ ഈ വർഷം 200 കോടി രൂപ നിയമാനുസൃതം ലോൺ എടുക്കും. ഡെപ്യൂട്ടി മേയർ ML റോസി അവതരിപ്പിച്ച ബജറ്റിലാണ് വികസന പ്രവർത്തനങ്ങൾക്കായി കോർപ്പറേഷൻ 200 കോടി രൂപ വായ്പ എടുക്കുന്നത് പ്രഖ്യാപിച്ചത്. തൃശൂരിനെ മെട്രോപൊളിറ്റൻ സിറ്റിയായി കൊണ്ടുവരുന്നതിന് 260 കോടി രൂപയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. കുറുപ്പം റോഡ് മുതൽ കൂർക്കഞ്ചേരി വരെ റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നതിനായി 8 കോടി രൂപ വകയിരുത്തി. BMBC നിലവാരത്തിലാണ് റോഡ് ടാറിംഗ് നടത്തുന്നത്. ഇതിനു പുറമെ MO റോഡ്, TB റോഡ്, ഫാദർ വടക്കൻ റോഡ് എന്നീ റോഡുകൾ BMBC നിലവാരത്തിലാക്കുന്നതിന് 8 കോടി രൂപയും ബജറ്റിൽ അനുവദിച്ചു. തൃശൂർ MG റോഡ് വികസനത്തിനായി 8 കോടി രൂപ വകയിരുത്തി. പൂർണ്ണമായും കച്ചവടം നഷ്ടപ്പെടുന്ന കച്ചവടക്കാരെ ശക്തനിൽ താൽക്കാലികമായി നിർമ്മിച്ച മുറികളിലേക്ക് പുനരധിവസിപ്പിക്കും. ഭൂമിയുടെ വിലയും മറ്റ് നടപടികൾക്കുമായാണ് 8 കോടി വകയിരുത്തിയിരിക്കുന്നത്. തോപ്പിൽമൂല, വില്ലടം, മാർ അപ്രേംപള്ളി, ചേലക്കൊട്ടുകര എന്നീ ജംഗ്ഷനുകളുടെ വികസന പൂർത്തീകരണത്തിനായി 10 കോടി രൂപയും അനുവദിച്ചു. സ്വരാജ് റൌണ്ടിന്റെ ഔട്ടർ ഫുട്പാത്ത് നവീകരിക്കുന്നതിന് 2 കോടി രൂപയും വകയിരുത്തി. ശക്തൻ സ്റ്റാൻഡിലെ ആകാശപാത വ്യാപാരത്തിനായി തുറന്നുകൊടുക്കും. 3 മീറ്റർ വീതിയിൽ 1.5 മീറ്ററാണ് വ്യാപാരത്തിനായി തുറന്നുകൊടുക്കുന്നത്. തൃശൂർ പൂരത്തിന് കോർപ്പറേഷൻ സർക്കാർ അംഗീകാരത്തോടെ പൂര കമ്മിറ്റിക്ക് 5 ലക്ഷം രൂപ സംഭാവനയായി നൽകും. കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പൂരം വിളംബരമായ ഉമ്മടെ പൂരത്തിന് 1 കോടി രൂപ ബജറ്റിൽ വകയിരുത്തി. ഓണാഘോഷത്തിന് പങ്കെടുക്കുന്ന പുലിക്കളി ടീമുകൾക്ക് നൽകുന്ന ധനസഹായം 25% വർദ്ധിപ്പിക്കും. ഇതിനായി 50 ലക്ഷം രൂപ വകയിരുത്തി. തൃശൂർ ഷൊർണൂർ പാതയിൽ വെട്ടിക്കാട്ടിലെ പൂളയ്ക്കൽ ഓഡിറ്റോറിയത്തിന് സമീപം ഓടുന്ന വാഹനത്തിന് മുന്നിൽ ചാടി യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ TCBക്ക് ലഭിച്ചു. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെയും മറ്റന്നാളുമായി ചാലക്കുടിയിൽ നടക്കും. രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. കോർപ്പറേറ്റ് കുത്തക അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന ആശയം മുന്നോട്ട് വെച്ച് രൂപീകൃതമായ കേരളത്തിലെ ചെറുകിട കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംഘടനയായ COAയുടെ 14ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ജില്ലാ സമ്മേളനത്തിനാണ് ചാലക്കുടി വേദിയാകുന്നത്. 30 ലക്ഷം കുടുംബങ്ങളിലേക്ക് ഡിജിറ്റൽ കേബിൾ TV സർവീസും കഴിഞ്ഞ 5 വർഷം കൊണ്ട് 11 ലക്ഷം ഉപഭോക്താക്കൾക്ക് ബ്രോഡ്ബാൻഡ് സർവീസും എത്തിച്ചു നൽകിയ COA കോർപ്പറേറ്റ് മത്സരനിരയിൽ രാജ്യത്ത് 8ാം സ്ഥാനത്താണ്. ഒട്ടനവധി സാമൂഹിക പ്രതിബദ്ധത പ്രവർത്തനങ്ങൾക്കും ഇതിനോടകം സംഘടന നേതൃത്വം നൽകി വരുന്നുണ്ട്. എന്നാൽ വൈദ്യുതി പോസ്റ്റുകളുടെ വാടക ഇനത്തിലടക്കം വൈദ്യുതി ബോർഡ് സൃഷ്ടിക്കുന്ന പ്രതികൂല സാഹചര്യത്തിലൂടെയാണ് സംഘടന കടന്നുപോകുന്നത്. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. KCB പോസ്റ്റ് സർക്കാർ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതിൽ പോലും കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല ചെറുകിട കേബിൾ TVക്കാർ പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്ന പ്രാദേശിക ചാനലുകളടക്കം MIB പുതിയ നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെല്ലാം നിയന്ത്രിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. പൊതുവിലും നമ്മുടെ ഓപ്പറേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയിലേക്കാണ്. കാരണം ഈ മേഖലയ്ക്കകത്ത് ഒട്ടേറെ കോർപ്പറേറ്റ് കുത്തകകൾ വലിയ സാങ്കേതിക വിദ്യയും മൂലധന ശേഷിയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. വ്യാഴാഴ്ച രാവിലെ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തോടെയാണ് ജില്ലാ സമ്മേളനത്തിന് തുടക്കമാകുന്നത്. COA സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലാ കമ്മിറ്റികളിൽ നിന്നുള്ള 200 സമ്മേളന പ്രതിനിധികൾ പങ്കെടുക്കും. വെള്ളിയാഴ്ച വൈകിട്ട് ഇൻഡോർ സ്റ്റേഡിയം ഗ്രൗണ്ടിൽ നടക്കുന്ന പൊതുസമ്മേളനം ദേവസ്വം വകുപ്പ് മന്ത്രി K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും.
ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പുതുക്കാട് MLA KK രാമചന്ദ്രൻ വിശിഷ്ടാതിഥിയാകും. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടന്റ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ചാലക്കുടി നഗരസഭാ ചെയർമാൻ എബി ജോർജ്, COA സംസ്ഥാന ജനറൽ സെക്രട്ടറി KV രാജൻ അടക്കമുള്ളവർ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ്, സെക്രട്ടറി P ആന്റണി, ട്രഷറർ CG ജോസ്, ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം CA ബൈജു എന്നിവർ പങ്കെടുത്തു. TCV തൃശൂർ. നെൽകൃഷിയിൽ പുതിയ വിത്തായ ലാൽ ഗോട്ര ഇറക്കി കൃഷി ചെയ്ത യുവ കർഷകൻ നാസർ മങ്കര. പുതിയ വിത്തിൽ നെൽകൃഷിയിൽ ഇരട്ടിയിലധികം വിളവെടുപ്പ്. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷിവകുപ്പിന്റെയും നേതൃത്വത്തിൽ ആത്മാ പദ്ധതി പ്രകാരം വെസ്റ്റ് ബംഗാൾ നെൽവിത്തായ ലാൽ ഗോട്ര വിത്തെത്തിക്കുകയായിരുന്നു. പുതിയ നെൽവിത്തിന്റെ പരീക്ഷണ കൃഷിക്ക് നാസർ മങ്കര തയ്യാറായി. വിളവെടുത്ത നെൽക്കതിരുകൾ കൃഷി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഭാരവും കതിരുകളുടെ എണ്ണവും പരിശോധിച്ചു. ഇരട്ടിയിലധികമായിരുന്നു വിളവ്. പാടശേഖരത്തിന് തൊട്ടടുത്ത കൃഷിയിടത്തിൽ ഉമാ നെൽവിത്തും വിളവിലെ വ്യത്യാസമറിയാനായി വിത്തിറക്കിയിരുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ കേരളത്തിൽ ആദ്യമായാണ് ലാൽഗോട്ട എന്ന വിത്ത് കൃഷി ഇറക്കുന്നത്. ഇന്ന് നെൽകർഷകർ നേരിടുന്ന ഓലക്കരിച്ചിൽ, ചീയൽ എന്നീ രോഗങ്ങൾ ബാധിക്കാത്ത പ്രതിരോധശേഷിയുള്ള വിത്തിനമാണിത്. കേരളത്തിലിത് ആദ്യമായി പരീക്ഷിക്കുമ്പോൾ കാലാവസ്ഥ അനുകൂലമാകുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ കാലാവസ്ഥ ഈ വിത്തിന് അനുകൂലമാണ്. ലാൽഗോട്രയുടെ ആദ്യ വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നബീസ ഉദ്ഘാടനം ചെയ്തു. കൃഷിരംഗത്ത് നിന്ന് ആളുകളൊക്കെ പിന്മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആവശ്യമുള്ള നെല്ലൊക്കെ മറ്റു സ്റ്റേറ്റുകളെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള നെല്ല് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കർഷകരൊക്കെ മുന്നോട്ട് വരുന്നതിൻ്റെ ഭാഗമായി തന്നെ നമുക്ക് വലിയൊരു മാറ്റം നമുക്ക് സമൂഹത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സുജിത്ത്, കൃഷി ഓഫീസർ ദിബിൻ, കൃഷി അസിസ്റ്റന്റ് ശ്യാമള, പാടശേഖര കമ്മിറ്റി ഭാരവാഹികളായ ഹരിദാസ്, ബാബു എന്നിവർ പങ്കെടുത്തു. TCV വടക്കാഞ്ചേരി. കൊടുങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. ഒരു മാസത്തിനിടയിൽ നടന്നത് 5 കവർച്ചകൾ. ഭീതിയോടെ പ്രദേശവാസികൾ. ജനുവരി 5-ന് മേത്തല കൃഷിഭവനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കർഷകമിത്ര പച്ചക്കറി വിൽപ്പന കേന്ദ്രത്തിലാണ് ആദ്യം മോഷണം നടന്നത്. ഏകദേശം 3000-ഓളം രൂപ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടിരുന്നു. ജനുവരി 26-ന് കിഴക്കേ നടയിലുള്ള സൂര്യ ഗോൾഡ് ലോൺ എന്ന സ്ഥാപനത്തിലായിരുന്നു പിന്നീട് കവർച്ച നടന്നത്. ഇവിടെ നിന്ന് കമ്പ്യൂട്ടറുകളും പ്രിന്ററും കവരുകയും ലോക്കർ തുറക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് ഷട്ടറിലെ താഴുമുറിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. പിന്നീട് കൊടുങ്ങല്ലൂരിലെ കീഴ്ത്തളിയിലെ വ്യാപാര സ്ഥാപനത്തിൽ മോഷണം. KNR സ്റ്റോഴ്സിൽ ഈ മാസം 2-ാം തീയതി പുലർച്ചെയാണ് മോഷണം നടന്നത്. 5000-ഓളം രൂപയും പച്ചക്കറിയും ബാങ്ക് രേഖകളും ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടു. 3 മാസത്തിനിടയിൽ 6 തവണയാണ് ഇവിടെ മോഷണം നടന്നത്. ഫെബ്രുവരി 2-ന് പടാക്കുളം അയ്യപ്പക്ഷേത്രത്തിന് സമീപം ചായക്കട കുത്തി തുറന്ന് പണവും ലോട്ടറി ടിക്കറ്റും കവർന്നിരുന്നു. 2000-ഓളം രൂപയും 5000-ഓളം രൂപയുടെ ലോട്ടറി ടിക്കറ്റുമാണ് നഷ്ടപ്പെട്ടത്. ഏറ്റവും ഒടുവിൽ മോഷണം നടന്നത് പുല്ലൂറ്റ് കോഴിക്കട ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന സ്റ്റീൽ വേൾഡ് എന്ന സ്ഥാപനത്തിലാണ്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് ഇവിടെ കവർച്ച നടന്നത്. ഓഫീസ് മുറിയിലെ മേശവലിപ്പിൽ സൂക്ഷിച്ചിരുന്ന 20,000 രൂപ ഇവിടെ നിന്നും നഷ്ടപ്പെട്ടു. സ്ഥാപനത്തിലെ CCTV ക്യാമറകൾ ദിശ മാറ്റിയ നിലയിലായിരുന്നു. 3 ഇടങ്ങളിൽ ആയുധം ഉപയോഗിച്ച് താഴു തകർത്താണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. സൂര്യ ഗോൾഡ് ലോണിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് താഴു പൊളിച്ചത്. കീഴ്ത്തളിയിലെ ഫ്രൂട്ട്സ് കടയിൽ തട്ടിക പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയത്. തുടർച്ചയായുള്ള കവർച്ചകൾ നാട്ടുകാരിൽ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. കൊച്ചിയിലെ PF ഓഫീസിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. PF ലഭിക്കാത്തതിൽ മനംനൊന്ത് ഇന്നലെയാണ് ശിവരാമൻ PF ഓഫീസിലെത്തി വിഷം കഴിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. അപ്പോളോ ടയേഴ്സിലെ ജീവനക്കാരനായിരുന്നു ശിവരാമൻ. ക്യാൻസർ രോഗിയായ ശിവരാമന്റെ മരണത്തിന് ഉത്തരവാദി PF ഓഫീസിലെ ഉദ്യോഗസ്ഥനാണെന്ന് ശിവരാമന്റെ സഹോദരി ഭർത്താവ് സുകുമാരൻ ആരോപിച്ചു. PF നിഷേധിച്ചതിൽ മനംനൊന്തായിരുന്നു ആത്മഹത്യ. 80,000 രൂപയാണ് കിട്ടാനുണ്ടായിരുന്നത്. PF-നായി പലതവണ കയറിയിറങ്ങിയതും ആവശ്യപ്പെട്ട രേഖകളെല്ലാം കൊടുത്തിട്ടും നീതി നിഷേധിച്ചുവെന്നും സുകുമാരൻ ആരോപിച്ചു. പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിൽ കരാർ തൊഴിലാളിയായിരുന്ന ശിവരാമന് വിരമിച്ച് 9 കൊല്ലമായിട്ടും PF വിഹിതം നൽകിയില്ലെന്ന് കുടുംബം ആരോപിച്ചു.
ചേലക്കര വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ബൈക്ക് അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വെങ്ങാനല്ലൂർ വല്ലിങ്ങപ്പാറ പുത്തൻപീടികയിൽ 21 വയസ്സുള്ള അബൂ താഹിറാണ് മരിച്ചത്. ബൈക്കിലൊപ്പമുണ്ടായിരുന്ന പരക്കാട് സ്വദേശി അനസിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് അപകടം നടന്നത്. തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന ബൈക്ക് നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് പോയിടിക്കുകയും റോഡരികിലെ സ്ലാബിട്ട് മൂടാത്ത കല്ലിങ്ങിന്റെ കുഴിയിൽ വീഴുകയുമായിരുന്നു. പുന്നീർകുളം ചെറായിൽ വൈദ്യുതി തൂണിലിടിച്ച് മീൻ ലോറി മറിഞ്ഞു. ഡ്രൈവർ പരപ്പനങ്ങാടി സ്വദേശി മുനവീറിന് നിസ്സാര പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. പൊന്നാനിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മീനുമായി പോയി ലോഡ് ഇറക്കി തിരിച്ചു വരുന്നതിനിടെയാണ് ലോറി അപകടത്തിൽപ്പെട്ടത്. ചാവക്കാട് നഗരമധ്യത്തിൽ വാഹനത്തിൽ നിന്നും ഓയിൽ ചോർന്നതിനെ തുടർന്ന് വാഹനങ്ങൾ തെന്നിമറിഞ്ഞ് നിരവധി പേർക്ക് പരിക്കേറ്റു. പുതിയ പാലത്തിനോടടുത്ത് ബസ് സ്റ്റോപ്പ് മുതൽ ചാവക്കാട് പള്ളി വരെയാണ് റോഡിൽ ഓയിൽ ചോർന്നത്. നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് ഇതുമൂലം അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സ് എത്തി വെള്ളം ഒഴിച്ച് റോഡിലെ ഓയിൽ കഴുകിക്കളഞ്ഞു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ഗൃഹനാഥൻ പാമ്പുകടിയേറ്റ് മരിച്ചു. ലൈറ്റ് ഹൌസിന് കിഴക്ക് വശം കമ്പിളിക്കൽ 75 വയസ്സുള്ള ലക്ഷ്മണനാണ് മരിച്ചത്. ഇന്നലെ രാത്രി വീടിന് സമീപമുള്ള കുടുംബക്ഷേത്ര പരിസരത്ത് വെച്ചാണ് ഇയാൾക്ക് പാമ്പുകടിയേറ്റത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1 വർഷമായി അടച്ചുപൂട്ടി കിടക്കുന്ന വിരുപ്പാക്ക സ്പിന്നിംഗ് മില്ലിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. തെക്കുകര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ സമരം DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെയും സ്ഥലം MLAയുടെയും പിടിപ്പുകേടാണ് മില്ല് 1 വർഷമായി പൂട്ടിക്കിടക്കാൻ കാരണമായതെന്ന് ജിജോ കുര്യൻ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി PN വൈശാഖ്, DCC ജനറൽ സെക്രട്ടറി PJ രാജു, തോമസ് പുത്തൂർ, അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ, KR സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പാർപ്പിട പദ്ധതിക്ക് മുൻതൂക്കം നൽകി കടവല്ലൂർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് ഫൗസിയാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജയകുമാർ പൂളയ്ക്കൽ, പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ധർമ്മൻ, സെക്രട്ടറി ഉല്ലാസ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പോർക്കുളം പഞ്ചായത്തിലെ ബഡ്ജറ്റ് വൈസ് പ്രസിഡന്റ് ജിഷ ശശി അവതരിപ്പിച്ചു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, സെക്രട്ടറി, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുരങ്ങ് പനിക്കെതിരെ ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. ശക്തമായ പനി, ശരീരവേദന, തലവേദന, ഛർദി എന്നിവയാണ് ലക്ഷണങ്ങൾ. രോമകൂപങ്ങളിൽ നിന്ന് രക്തസ്രാവം ഉണ്ടായേക്കും. വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവർ, വിനോദസഞ്ചാരത്തിനായി വനമേഖലകളിലേക്ക് പോകുന്നവർ എന്നിവ ജാഗ്രത പാലിക്കണം. വനമേഖലയിൽ പോകുന്നവർ ചെള്ള് കടിയേൽക്കാതിരിക്കാൻ കട്ടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം. ചെള്ളിന്റെ കടിയേൽക്കുന്നതിലൂടെയാണ് ഈ രോഗം മനുഷ്യരിലേക്ക് എത്തുന്നത്. വർദ്ധിച്ചുവരുന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ പുതിയ സൈബർ ഡിവിഷൻ രൂപീകരിച്ച് കേരള പോലീസ്. സൈബർ ഓപ്പറേഷൻ ചുമതലയുള്ള IG-യുടെ കീഴിൽ 465 പോലീസ് ഉദ്യോഗസ്ഥരാണ് സംസ്ഥാനത്ത് ഈ വിഭാഗത്തിലുണ്ടാവുക. സൈബർ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനുള്ള സൈബർ ഹെൽപ്പ് ലൈൻ, സൈബർ പോലീസ് സ്റ്റേഷനുകൾ, ഇൻവെസ്റ്റിഗേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ, ഗവേഷണ പഠന സംവിധാനങ്ങൾ, പരിശീലന വിഭാഗം, സൈബർ പെട്രോളിംഗ് യൂണിറ്റുകൾ, സൈബർ ഇന്റലിജൻസ് വിഭാഗം എന്നിവയാണ് സൈബർ ഡിവിഷന്റെ ഭാഗമായി നിലവിൽ വരുന്നത്. ഇതോടെ രാജ്യത്തിനകത്തും പുറത്തും കേന്ദ്രീകരിച്ച് നടക്കുന്ന ഓൺലൈൻ സൈബർ തട്ടിപ്പ് കേസുകൾ വിദഗ്ധമായി അന്വേഷിക്കാൻ കേരള പോലീസിനും കഴിയും. 58ാമത് സീനിയർ നാഷണൽ ബോഡി ബിൽഡിംഗ് മിസ്റ്റർ ഇന്ത്യ ചാമ്പ്യൻഷിപ്പ് ശനി, ഞായർ ദിവസങ്ങളായി ഒറ്റപ്പാലം വാണിയംകുളത്ത് നടക്കും. നോ ടു ഡ്രഗ്സ് ഫോർ ഹെൽത്തി ഇന്ത്യ എന്ന ആശയം മുൻനിർത്തിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 400-ൽ പരം മത്സരാർത്ഥികൾ പങ്കെടുക്കും. മത്സര വിജയിക്ക് 1.5 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ട്രോഫിയുമാണ് സമ്മാനം. കൂടാതെ വിവിധ ഇനങ്ങളുടെ 20 ലക്ഷം രൂപയുടെ സമ്മാനങ്ങളും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു. ഭാരവാഹികളായി VG ബാബു, VV വേണുഗോപാൽ, KG ഷൈജു, TK പ്രിജോഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിനെതിരെ ബി.ജെ.പി. തിരുവല്ലാമല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ബി.ജെ.പി. സംസ്ഥാന കൌൺസിൽ അംഗം പി.കെ. മണി ഉദ്ഘാടനം ചെയ്തു. ബി.ജെ.പി. മണ്ഡലം ജനറൽ സെക്രട്ടറി കെ. ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച ചേലക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷീല പണിക്കർ, ബ്ലോക്ക് മെമ്പർ ആശാദേവി, ബി.ജെ.പി. പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി.കെ. ഉമേഷ്, പഞ്ചായത്ത് അംഗങ്ങളായ രഞ്ജിത്ത്, പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. അതുമായി ബന്ധപ്പെട്ട് ഏതാനും ലക്ഷങ്ങൾ ഒരു ജീവനക്കാരുണ്ട്. അത് ഈ ബാങ്ക് ഭരണസമിതി ഒതുക്കി തീർക്കുകയാണ്. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ നടുമുറിയിലെ 10ഓളം കുടുംബങ്ങൾ കുടിവെള്ളക്ഷാമം മൂലം ദുരിതത്തിൽ. പാവറട്ടി ശുദ്ധജല പദ്ധതിയിലൂടെ ലഭിച്ചിരുന്ന വെള്ളമായിരുന്നു ഇവരുടെ പ്രധാന ആശ്രയം. എന്നാൽ 3 മാസമായി ഈ ഭാഗത്തേക്ക് വെള്ളം ലഭിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പരാതിപ്പെട്ടു. വെള്ളത്തിനായി ആശ്രയിച്ചിരുന്ന പൊതുകിണർ വറ്റിയതോടെ കുടിവെള്ളം ലഭിക്കാൻ ഏറെ ദൂരം സഞ്ചരിക്കേണ്ട സ്ഥിതിയാണ്. പാവറട്ടി ശുദ്ധജല പദ്ധതിയിലൂടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും ഉയരമുള്ള നടുമുറി ഭാഗത്തേക്ക് വെള്ളം എത്താത്ത സ്ഥിതിയാണ്. പൊതുകിണറ്റിൽ നിന്നും വെള്ളം കൊണ്ടുവന്നാണ് കുടിക്കാനും മറ്റും ഉപയോഗിക്കുന്നത്. പൊതുകിണർ കൂടി വറ്റിയതോടെ കുടിവെള്ളത്തിന് വഴി കാണാതെ വലയുകയാണ് പ്രദേശവാസികൾ. മേഖലയിലെ ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാരണം ഞങ്ങൾക്ക് പൈപ്പ് കണക്ഷന് വെള്ളം തീരെ കിട്ടാറില്ല. 3 മാസം മുന്നേ വരെ കുറച്ചെങ്കിലും കിട്ടിയിരുന്നു. ഇപ്പോൾ തീരല്ല. 3 മാസത്തോളമായിട്ട് തീരെ വെള്ളം കിട്ടാറില്ല. പിന്നെ പഞ്ചായത്ത് കിണറാണ് ആകൂട്ടൊരു ആശ്രയം ഉണ്ടായിരുന്നത്. ഇപ്പോൾ പൈപ്പ് കണക്ഷന് വെള്ളം വരാത്തതാണ് അതിൽ കോരി അതും പറ്റി. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെള്ളത്തിന് വെള്ളം തീരെയില്ല. ഞങ്ങൾക്ക് ഈ കിണറൊന്നും ഇല്ലാത്ത വീടാണ് ഈ ചുറ്റുഭാഗങ്ങളിലൊക്കെ. ഇപ്പോൾ അവിടെയുള്ള ആശ്രയം ഇപ്പോൾ പഞ്ചായത്തിൻ്റെ കിണറായിരുന്നു, അത് പറ്റി. ഇപ്പോൾ ഞാൻ കൊണ്ടുവരുന്നത് ഇപ്പോൾ ഒരു 1.5 കിലോമീറ്റർ പള്ളിയിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന വെള്ളം അവിടുന്ന് കുന്നോളത്തേക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ അവർ നാളെ വരും മറ്റന്നാൾ വരും എന്നൊക്കെ. ഈ 4 മാസമായിട്ട് അവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പൈസ കൊടുത്തിട്ട് വെള്ളം അടിച്ചു. എന്നും വെള്ളം അടിക്കാൻ മാർഗമില്ല. പഞ്ചായത്ത് കിണറാണ് അത് വെള്ളം പറ്റി. കാർഷിക മേഖലയ്ക്കും സ്നേഹഭവനം പദ്ധതിക്കും ഊന്നൽ നൽകി വെങ്കടങ്ങ് പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 25.65 കോടി രൂപ വരവും 25.27 കോടി രൂപ ചെലവും 38.5 ലക്ഷം രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അവതരിപ്പിച്ചത്. വെങ്കടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി വേണു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, വാസന്തി ആനന്ദൻ, വി.കെ. സോമശേഖരൻ, കൊച്ചപ്പൻ വടക്കൻ, കെ.സി. ജോസഫ് എന്നിവർ സംസാരിച്ചു. മലക്കിപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് റെയ്ഡ് നടത്തി. വിജിലൻസ് ഡിവൈഎസ്പി കെ.സി. സേതുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സംസ്ഥാന അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റിൽ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ലോറി ഡ്രൈവർമാരിൽ നിന്നും പണം വാങ്ങുന്നുണ്ടെന്ന് വിജിലൻസിന് രഹസ്യ പരാതി ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടന്നത്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ അരഞ്ഞാണം മോഷ്ടിച്ച പ്രതിയെ ചെറുതുരുത്തി പോലീസ് പിടികൂടി. ചെറുതുരുത്തി അത്തിക്കപ്പറമ്പ് തോപ്പിൽ വീട്ടിൽ മുജീബിനെയാണ് എസ്.ഐ. വിനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. അയൽവാസിയായ തെക്കേ വട്ടേക്കാട് വീട്ടിൽ ഗോപി, ഇന്ദിര ദമ്പതികളുടെ 2 വയസ്സുള്ള മകന്റെ 1 പവന്റെ അരഞ്ഞാണമാണ് പ്രതി മോഷ്ടിച്ചത്. കുന്നംകുളം ചിറക്കൽ കാട്ടകാമ്പാൽ റോഡിന്റെ പ്രവർത്തനം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. കാട്ടകാമ്പാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് കോൺഗ്രസ് നേതാവ് കെ. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എം. അലി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എം.എസ്. മണികണ്ഠൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് എം.എ. അബ്ദുൾ റഷീദ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ എൻ.കെ. അബ്ദുൾ മജീദ്, സാംസൺ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആ റോഡിന് വേണ്ടി ഒരു ഭാഗത്ത് വെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുകയാണ്. കുത്തിപ്പൊളിച്ച ഈ റോഡിൽ നിന്ന് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ പടരുമ്പോ അത് ശ്വസിച്ച് ഈ പ്രദേശത്തെ ജനങ്ങൾ കഴിയണമെന്നാണോ ഇടതുപക്ഷത്തിന്റെ ഭരണാധികാരികൾ കരുതുന്നത്? നാഷണൽ ഡിബേറ്റ് കോമ്പറ്റീഷനിൽ അമല മെഡിക്കൽ കോളേജിന് 1ാം സ്ഥാനം. തിരുച്ചിറാപ്പള്ളി സെന്റ് ജോസഫ് ഓട്ടോമസ് കോളേജിലെ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും 40 കോളേജുകൾ പങ്കെടുത്ത നാഷണൽ ഡിബേറ്റിലാണ് അമല മെഡിക്കൽ കോളേജിന് 1ാം സ്ഥാനം ലഭിച്ചത്. കോളേജിനെ പ്രതിനിധീകരിച്ച് എഡ്വിൻ ജോ, മുഹമ്മദ് നാദിം, നദാനിയ ലാൽ, അന്ന ജോർജ് എന്നിവർ പങ്കെടുത്തു. കേരള മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ലഹരി വിമുക്ത തീരം ക്യാമ്പയിന്റെ കയ്പമംഗലം മണ്ഡലം തല ഉദ്ഘാടനം ഇ.ടി. ടൈസൺ എം.എൽ.എ. നിർവഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി.കെ. ഗിരിജ അധ്യക്ഷത വഹിച്ചു. എറണാകുളം മേഖല റീജിയണൽ എക്സിക്യൂട്ടീവ് എസ്. ജയശ്രീ, ജില്ലാ പഞ്ചായത്ത് അംഗം കെ. എസ്. ജയ, അഴീക്കോട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ ഇ. ബി. സുമിത, എക്സൈസ് ഇൻസ്പെക്ടർ എം. ഷംന, സ്കൂൾ പ്രിൻസിപ്പൽ ഇ. ജി. സജിമോൻ, കെ. പി. ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച നാടകവും അരങ്ങേറി.
കനകമല മാർത്തോമ കുരിശുമുടി നോമ്പുകാല തീർത്ഥാടനത്തിന് ഞായറാഴ്ച തുടക്കമാകും. ഞായറാഴ്ച കൊട്ടേക്കാട് സെന്റ് മേരീസ് അസംഷൻ ഫെറൂന പള്ളിയിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിക്കും. തുടർന്ന് 85ാമത് കനകമല നോമ്പുകാല തീർത്ഥാടനം ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടെ 57 ദിവസം നീണ്ടു നിൽക്കുന്ന തീർത്ഥാടനത്തിനും തുടക്കമാകും. മാർച്ച് 24-നാണ് മഹാതീർത്ഥാടനം. ഇത്തവണ വിപുലമായ സൌകര്യങ്ങൾ തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുള്ളതായി അധികൃതർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ റെക്ടർ ഫാദർ അലക്സ് കല്ലേലി, സഹവികാരി ഫാദർ ഫ്രാൻസിസ് പാറയ്ക്ക, ജനറൽ കൺവീനർ തോമസ് കുറ്റിക്കാടൻ, കൈക്കാരൻ ആന്റണി കരിയാട്ടി, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോയ് കുയിലാടൻ, PRO ബിജു ചുള്ളി തുടങ്ങിയവർ പങ്കെടുത്തു. പൊതുശ്മശാനത്തിന് 50 ലക്ഷവും സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 2.5 കോടി രൂപയും പാർപ്പിട മേഖലയ്ക്ക് 5 കോടിയും വകയിരുത്തി പൊയ്യ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് 2 കോടി രൂപയും നീക്കിവച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖലയ്ക്ക് 7.5 കോടി, ഉൽപാദന മേഖലയ്ക്ക് 1 കോടി 5 ലക്ഷം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് 3.5 കോടി എന്നിങ്ങനെയാണ് വകയിരുത്തിയിരിക്കുന്നത്. വൈസ് പ്രസിഡന്റ് TK കുട്ടനാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷയായി. പുന്നിയൂർ GLP സ്കൂളിന്റെ കെട്ടിട നിർമ്മാണ ശിലാസ്ഥാപനം NK അക്ബർ MLA നിർവഹിച്ചു. പുന്നിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സുഹ്റ ബക്കർ, ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ KA വിശ്വനാഥൻ, ഷമീം അഷ്റഫ്, AK വിജയൻ, ചാവക്കാട് വിദ്യാഭ്യാസ ഓഫീസർ സോണി എബ്രാഹാം തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഈ വിദ്യാലയത്തിന്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചതായി എടക്കഴിയൂർ SBI CDM കൗണ്ടറിൽ പാമ്പിനെ കണ്ടെത്തി. SBI എടക്കഴിയൂർ പഞ്ചവടി ബ്രാഞ്ചിലാണ് CDMനകത്ത് കയറിയ ബാങ്ക് ജീവനക്കാരൻ പാമ്പിനെ കണ്ടത്. തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ സ്നേക് ക്യാച്ചർ ബീരാവിനെ വിളിച്ച് പാമ്പിനെ പിടികൂടുകയായിരുന്നു. കടവല്ലൂർ പാടത്ത് മാലിന്യം കുമിഞ്ഞുകൂടുന്നു. രാത്രി സമയങ്ങളിലാണ് ശുചിമുറി മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ പാടത്ത് നിക്ഷേപിക്കുന്നത്. പാടത്തിന്റെ ഇരുവശങ്ങളിലും മാലിന്യം നിറഞ്ഞ് ദുർഗന്ധം വമിക്കുന്നതിനാൽ പാടത്തേക്ക് പോകാൻ കർഷകർക്ക് കഴിയാത്ത അവസ്ഥയാണ്. മാലിന്യം നിക്ഷേപിക്കുന്നവരെ പിടികൂടാൻ നേരത്തെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ക്യാമറ നശിപ്പിച്ച സ്ഥിതിയാണ്. കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പച്ചത്തുരുത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം എരുമപ്പെട്ടി പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ നിർവഹിച്ചു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോക്ടർ VC ബിനോജ്, വാർഡ് മെമ്പർ സ്വപ്ന പ്രദീപ്, പ്രധാന അധ്യാപിക ശ്രീജാബായ്, MPTA പ്രസിഡന്റ് ഉദയകൃഷ്ണ, PTA വൈസ് പ്രസിഡന്റ് സജിത ജനാർദ്ദനൻ, TG കണ്ണൻ, അധ്യാപിക രാഗിണി തുടങ്ങിയവർ സംസാരിച്ചു. കയ്പമംഗലം ബീച്ച് അയിരൂർ IR8 വള്ളത്തിന്റെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തി. അയിരൂർ ചാപ്പക്കടവ് ശ്രീ ഗുളികം മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ സബ് ഇൻസ്പെക്ടർ സുബീഷ് മോൻ, സജീവൻ സ്വാമി എന്നിവർ ചേർന്ന് അരി വിതരണം ഉദ്ഘാടനം ചെയ്തു. KK തമ്പി, BS ശക്തിധരൻ, PK വേലായുധൻ, രാജൻ എന്നിവർ നേതൃത്വം നൽകി. എടക്കുളം അന്തിരിങ്ങ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ വിശാഖം കാവടി ആഘോഷം നടന്നു. തെയ്യം, ശിങ്കാരിമേളം, നാഗസ്വരം, വർണ്ണക്കാവടികൾ എന്നിവ ആഘോഷത്തിന് മാറ്റേകി. കമ്മിറ്റി പ്രസിഡന്റ് CR രതീഷ്, സെക്രട്ടറി KK കിരൺ എന്നിവർ നേതൃത്വം നൽകി. പെരിഞ്ഞനം പഞ്ചായത്ത് വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. വിനീത മോഹൻദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സായിദ മുത്തുക്കോയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NK അബ്ദുൾ നാസർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ER ഷീല തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ കോർപ്പറേഷൻ ബജറ്റ് നഗരവികസനത്തിനായി കോർപ്പറേഷൻ 200 കോടി രൂപ വായ്പയെടുക്കും. തൃശൂർ പൂരത്തിന് 5 ലക്ഷം രൂപ സംഭാവനയായി നൽകും.
തൃശൂർ ഷൊർണൂർ പാതയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വാഹനത്തിന് മുന്നിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ഗുരുതര പരിക്കേറ്റ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് ചാലക്കുടിയിൽ നാളെ തുടക്കമാകും. 2 ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. നെൽകൃഷിയിൽ പുതിയ താരമായി ലാൽ ഗോട്ര വിത്ത്. വടക്കാഞ്ചേരിയിലെ പരീക്ഷണം വിജയകരം. പുതിയ വിത്തിൽ നെൽകൃഷിയിൽ ഇരട്ടിയിലധികം വിളവെടുപ്പ്. കൊടുങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. 1 മാസത്തിനിടയിൽ നടന്നത് 5 കവർച്ചകൾ. ഭീതിയോടെ പ്രദേശവാസികൾ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.